ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നല്ല സേഫ് ആൻഡ് ഹാപ്പി ആയിട്ട് ഇരിക്കുക, നല്ല സന്തോഷിച്ചിട്ടിരിക്കുക. അപ്പോൾ നമുക്കിന്നൊരു ചെറിയൊരു പരിപാടിയിലോട്ട് പോവാം. ഒരു മാക്രോണി ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഈ മാക്രോണിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രത്യേകതയൊന്നുമില്ല, സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം, അതേ ഉള്ളൊരു പ്രത്യേകത. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി ഇതുപോലെ കൊടുക്കാം, അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മാക്രോണി എടുത്തു, വെള്ളം ഒഴിച്ചു, വേവിച്ചു. ഇതുപോലെ തിളച്ച് വരും. ഏറ്റവും എളുപ്പം കുക്കറിൽ വിസിലേൽപ്പിക്കുന്നതാണ്. അതാകുമ്പോൾ ഒരു മാക്സിമം 2 വിസിൽ അത്രയൊക്കെ മതി. അപ്പോഴത്തേക്കും വെന്ത് കിട്ടും. 2ൽ കൂടുതൽ വിസിൽ കേൾക്കണ്ട. പിന്നെ നോക്കിക്കേ, നല്ല തിളച്ച് വരണുണ്ടല്ലേ? തിളച്ച് വരിക. അതിനുശേഷം മാറ്റി വയ്ക്കുക. എന്നിട്ട് സെയിം പാൻ തന്നെ കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. സെയിം പാനിലോട്ട് കുറച്ച് മൈദാപ്പൊടി എടുത്തു, വെള്ളം ആഡ് ചെയ്തു, മിക്സ് ചെയ്തു. ഫ്ലെയിം ഓൺ ആക്കണ്ട കേട്ടോ. ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുന്നേ ആണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനകത്ത് കട്ടയൊന്നും കെട്ടിയില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കുക. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷമുള്ള വ്യൂ ആണിത്. ഇതുപോലെ തിക്ക് പേസ്റ്റാക്കി എടുക്കുക, കട്ടയില്ലാണ്ട് പേസ്റ്റാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച മാക്രോണി എടുത്ത് ഇതിലേക്ക് ഇടുക, വീണ്ടും മിക്സ് ചെയ്യുക, ഇളക്കിക്കൊണ്ടിരിക്കുക. വലിയ ഇളക്കലൊന്നും ഇളക്കണ്ട, ഞാൻ പിന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണതാണ്. അതിനുശേഷം കുറച്ച് പാലെടുത്ത് ഒഴിച്ചു, കുറച്ച് പാൽ മതി കേട്ടോ. എന്നിട്ട് വീണ്ടും സെയിം പരിപാടി, ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് പിന്നെ പിള്ളേർക്കൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെടും കേട്ടോ. കാരണം ചോറ് കഴിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം, അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ അതിനുശേഷം 3 മുട്ട, 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിക്കുക. വീണ്ടും വലിയ പ്രൊസീജിയർ, ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പുറത്തെ അടുപ്പിൽ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നോക്കാം കേട്ടോ. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എനിക്ക് അപ്പുറത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് മസാലപ്പൊടി ആഡ് ചെയ്ത് കേട്ടോ. ഇവിടെ ഞാൻ മീറ്റ് മസാല ആട്ടോ എടുത്തേക്കുന്നത്, കുറച്ച് മതി. പിന്നെ മസാലയൊക്കെ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഒരു കേരള തനി നാടൻ രീതിയിലോട്ട് വന്നിട്ടുണ്ട്. കാരണം മസാലപ്പൊടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും കേരളത്തിൻ്റെ ഒരു ഇതിലോട്ട് എത്തുമല്ലോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്തു, വീണ്ടും ഇളക്കുക. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. ഇതാകുമ്പോഴത്തേക്കും കുറച്ച് സ്പൈസൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊരു ടേസ്റ്റ് വരുമല്ലോ. എനിക്കിങ്ങനെ കഴിക്കുന്ന കേട്ടോ ഇഷ്ടം. അപ്പം കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തു. ഉപ്പ് ഞാൻ നേരത്തെ നോക്കിയപ്പോഴത്തേക്കും ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തു. പിന്നെ കുറച്ച് ചില്ലി പൗഡർ, മുളക് പൊടി ആഡ് ചെയ്തു. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ. പെട്ടെന്ന് പനിയൊക്കെ ആയിരിക്കുന്ന സമയത്തൊക്കെ ഇത് വേഗം ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമുള്ളൂ. ചോറും കറിയൊക്കെ വെക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഇത്. എന്നുവെച്ചാൽ ഇത് സ്ഥിരമാക്കി കഴിഞ്ഞാൽ മടുക്കും കേട്ടോ. ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരു വട്ടമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ ബൈ. പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് പോട്ടോ.